എന്താണ് ഫോണില്? ഫേസ്ബുക്കിലാണോ? ഉവാ, നീയും ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. നീ ആ കനികാമേനു സ്വയം കൊടുക്കണുണ്ടാ? ഏത് +2 പഠിക്കണ കനികാമേനോനാ? അറിയാന്നാ? അതേടാ. അമ്മച്ചിക്ക് എങ്ങനെ? അതിന് നീ കനികാമേനെ നേരിട്ട് കണ്ടോ? ഇല്ല. അന്നാ ഇപ്പൊ കണ്ടോ? ഞാൻ തന്നെയാടാ. എപ്പോഴും ചോദിക്കും വിചാരിച്ചു ഞാൻ എന്റെ ഡ്രസ് ആയിട്ടേക്കണേന്ന്. ഞാൻ എപ്പോഴും ചട്ടയും കൊണ്ടായിരിക്കും. ഇനി മേലെ ചോദിക്കരുത് കേട്ടാ. എന്താ എടുത്തി ഏട്ടനിതുവരെ എത്തിയില്ലേ? ഞാൻ കാത്തിരിക്കുക. അകത്തിരുന്ന് കാത്തിരുന്നാ പോരെ, പുറത്ത് ഇരുട്ടല്ലേ. അപ്പൊ സുന്ദരേഷ് അതൊന്നും കേട്ടിട്ടില്ല? ഏത്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ ഭാര്യയാണ് ഈ ഭാര്യന്ന് ഞാൻ അറിഞ്ഞില്ല. ആണോ? തലയില് മുഖത്തും അതും ഇതൊക്കെ വെളുക്കാൻ തേച്ച് വട്ടായി പോയിന്നാ തോന്നണം. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണ്? അപ്പുറത്തെ വീട്ടിലെ സന്തോഷേട്ടനെ നോക്കിയേ, ഭാര്യ താഴെ വെക്കാതെയാ കൊണ്ട് നടക്കുന്നത്. ചേട്ടൻ അതുപോലെയൊക്കെ ചെയ്തൂടെ? എനിക്ക് അവളെ എങ്ങനെ കൊണ്ട് നടക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, സന്തോഷം ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല, ഫുൾ ടൈം വീട്ടില. നോക്കി, ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരാട്ടോ. ഒളി നോക്കി പോയിട്ട് വാ. ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാട്ടാ. എവിടേക്കാ പോണ്? എന്തിനാ പോണ്? എങ്ങനെ പോണ്? ആരൊക്കെ പോണ്? എപ്പോഴാ വരിക? അത്യാവശ്യ കാര്യം പറയാൻ നിൽക്കുമ്പോ എന്തുവാ? അതെ, നീ ലിഫ്റ്റിക്ക് വിട്ട് ഒരുങ്ങി കെട്ടി നീ എവിടെ പോവാ? ഞാന് വേസ്റ്റ് കൊണ്ട് കളയാൻ. വേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി എന്തിനാ ഒരുങ്ങി പോണത്? നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാം. വേസ്റ്റ് കൊണ്ട് കളയുന്ന സ്ഥലത്തെ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുവഴി കാണുന്നവർക്ക് കാണുമ്പോഴത്തേക്ക് ഇച്ചിരി വൃത്തിയൊക്കെ വേണ്ടേ? ചേട്ടായി, എന്റെ വീട്ടിലെ അനിയന് പെണ്ണ് നോക്കണേ. എങ്ങനത്തെ പെണ്ണ് നോക്കാൻ പറയട്ടെ? നിന്നെ പോലത്തെ പെണ്ണ് നോക്കാൻ പറ. എന്നെ പോലത്തെ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക്? അതുകൊണ്ടല്ല, ഞാനും എന്റെ വീട്ടുകാർ അനുഭവിക്കുന്നത് നിന്റെ വീട്ടുകാരും കൂടെ കുറച്ച് അനുഭവിക്കട്ടെ. നിനക്കറിയണോ മെസ്സി ആരാ? നിനക്കറിയണോ? എന്റെ അമ്മയാണ് മെസ്സി, എന്റെ മോളാണ് മെസ്സി, എന്റെ ഭാര്യയാണ് മെസ്സി. നീ തന്ന പൈസയില് കണക്ക് കൂട്ടി നോക്കിയപ്പോ ഒരു 10 രൂപയുടെ കുറവുണ്ട്. എവിടെ 10 രൂപ? അത് ഞാൻ എടുത്തു. എടുക്കുമ്പോ നിനക്ക് പറഞ്ഞാലെന്താ? ഞാൻ മറന്നുപോയി. മറന്നുപോയിന്നോ? എന്തിനാ നീ എടുത്തത്? എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? എന്താവശ്യത്തിനാ നീ അത് എടുത്തതെന്ന്? ആ പൈസക്കാണ് ഞാൻ 3 പവന്റെ മാലയും ഒരു പട്ടുസാരിയും വാങ്ങിയത്. നാണ ഇല്ലല്ലോ 10 രൂപയുടെ കണക്കും ചോദിച്ചിട്ട് നടക്കാൻ. എടാ, ഈ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാമോ? ഇല്ലെണ്ണോ. എടാ, ഈ കപ്പൽ പുറപ്പെടുന്ന സമയത്ത് ഒരു എണ്ണം കെട്ട സായിപ്പ് ഈ കപ്പലിന്റെ ഭിത്തിയിൽ കടലമ്മ കള്ളി എഴുതി വെച്ചു. അങ്ങനെയല്ലേ ഈ കപ്പൽ മുങ്ങാൻ കാരണം? കുറച്ചു പേരെ കൊണ്ട് ഇതേ പറ്റൂ. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കണ്ടിന്യൂ. അതെ, ഒരു 500 രൂപ തരാവോ? ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി വെട്ടാൻ വേണ്ടിട്ടാ. 500 വരെ 1000 രൂപ തരാം. ആ നാക്കിന്റെ കുറച്ചുകൂടെ നീളം കുറച്ചിട്ടു. ഇക്കാ, ഒന്ന് തുറന്നടിക്കാം. നിനക്ക് തോർക്കാൻ കിട്ടുന്നു. ഇതെന്താ പിന്നെ എനിക്ക് തോർക്കാൻ കിട്ടാഞ്ഞേ? എനിക്ക് തോർക്കാൻ പറ്റുന്ന എന്റെ തൊള്ള മാത്രമേ ഉള്ളൂ. അതെ, എന്താടി? നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 7 വർഷം. ഇത് ചോദിക്കാനാ വിളിച്ചത്? 7 കൊല്ലായിട്ടേ ഇതിന് പവറും വല്ലതും കുറവുണ്ടാന്ന് നോക്കിയത്. ബിൻസി, നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ നീ കാലുകൊണ്ട് നിലത്ത് വരച്ചല്ലോ, നാണം കൊണ്ടായിരുന്നോ? അയ്യോടാ, നാണം കൊണ്ടൊന്നും അല്ല. നിങ്ങളെ ഞാൻ വരച്ച വരെ നിർത്തുന്നു പറഞ്ഞതാ. രാശേട്ടാ, കറി എന്തുണ്ടാക്കണ്ടേ? ചിക്കൻ കറി ഉണ്ടായിക്കോ. എന്താ? എടി, ചിക്കൻ കറി. കേക്കുന്നില്ല, ഒച്ചത്ത് പറ. ചിക്കൻ കറി. എന്താ? പിന്നെ എന്റെ പാട്ട് രസം ഉണ്ടാക്കണം എന്ന് പറയാൻ. രസം മതിയോ? ഇപ്പൊ ഉണ്ടാക്കാം.